ജിഷ്ണു പ്രണോയുടെ അമ്മാവൻ ശ്രീജിത്ത് കൂടി ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, എങ്ങനെയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകളെ നിങ്ങൾ കാണുന്നത്? ഒപ്പം അന്വേഷണത്തിൻ്റെ പുരോഗതിയെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ജിഷ്ണു പ്രണോയിൻ്റെ മരണത്തെ തുടർന്ന് പ്രതിഷേധിച്ച എല്ലാ കുട്ടികളെയും അടിച്ചൊതുക്കിയ അനുഭവമാണ് ഞങ്ങൾക്കറിയാൻ വേണ്ടി കഴിഞ്ഞുള്ളത്. കോയമ്പത്തൂരിൽ നിന്ന് കോഴിക്കോടേക്ക് മാധ്യമങ്ങളിലൂടെ ചർച്ചയിൽ പങ്കെടുക്കാനൊക്കെ വന്ന കുട്ടികളെ ക്രൂരമായി തല്ലിച്ചതച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ തമിഴ്നാട്ടിലെ കുട്ടികളെ ഉപയോഗിച്ചാണ് മറ്റ് കാരണങ്ങൾ പറഞ്ഞ് ഇവരെ അടിച്ച് ആശുപത്രിയിലാക്കിയിട്ടുള്ളത്. ഈ കൃഷ്ണദാസ് എന്ന് പറയുന്ന ആൾ നുണ പറയുന്ന, അങ്ങേയറ്റം കളവ് പറയുന്ന ഒരു കക്ഷിയാണ്. ഞങ്ങളൊരു കുഞ്ഞിൻ്റെ മൃതദേഹം സാക്ഷിയാക്കി അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. ഇവൻ തുണ്ടു കടലാസ് വെച്ച് കോപ്പി അടിച്ചതാണ്, അതിൻ്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള പച്ചക്കള്ളമാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലും വ്യക്തമായി, യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ തെളിവെടുപ്പിലും വ്യക്തമായി അങ്ങനെ ഒരു കോപ്പിയടിയെ നടന്നില്ലെന്ന്. ഏത് കള്ളവും പറയാൻ പാകത്തിലുള്ള ഒരു കക്ഷിയാണ് ഇദ്ദേഹം എന്നാണ് ഇപ്പോൾ നേരത്തെ അദ്ദേഹം ഈ ചാനലിൽ വന്നു പോലും ഞാൻ അങ്ങനെ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയില്ല എന്ന് പറയുന്നത് പോലും പച്ചക്കള്ളമാണെന്നാണ് ഞങ്ങളുടെ അനുഭവം സാക്ഷ്യമാക്കുന്നത്. തീർച്ചയായും. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? ഇതുവരെ ഇതൊക്കെ പറയുമ്പോഴും ഈ പറഞ്ഞ കൃഷ്ണദാസ് ഉദ്ദേശിക്കുന്ന തരത്തിലാണ് അന്വേഷണങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ ഈ അതുലിനെതിരെ അടക്കം കൃഷ്ണദാസ് നൽകുന്ന പരാതിക്കനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത് എന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ കേസിൽ എവിടെയാണ് കൃഷ്ണദാസിൻ്റെ കരങ്ങൾ എത്തിപ്പിടിച്ചതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഈ വ്യക്തമായ തെളിവുണ്ടായിട്ട് പോലും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അവരെ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല. ആരെയാണ് പോലീസ് ഭയക്കുന്നത്? എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇന്നേക്ക് 36 ദിവസമായി ഞങ്ങളുടെ കുട്ടി മരിച്ചിട്ട് ഈ ഞങ്ങൾ ഉന്നയിച്ച കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള 6 പ്രതികളെ ചോദ്യം ചെയ്യാനോ അവരെ മൊഴിയെടുക്കാനോ ഈ കേസ് രജിസ്റ്റർ ചെയ്യാനോ പോലീസ് മടി കാണിക്കുന്നത് എവിടെയുള്ള ഭയത്താലാണെന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും. ജയ്ക്ക്, ഈ പറഞ്ഞ ശക്തിവേലുവിനെയോ സഞ്ജിത്തിനെയോ ഈ പ്രവീണിനെയോ ഒന്നും ഇതുവരെ ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ബന്ധുക്കളുടെ ഒരാരോപണം. ഇങ്ങനെ ജിഷ്ണുവിൻ്റെ കുടുംബത്തിന്, ജിഷ്ണുവിന് തന്നെ നീതി ലഭ്യമാക്കുക എന്നതല്ലേ പ്രാഥമികമായ ഉത്തരവാദിത്വം. അതിനുള്ള പോരാട്ടത്തിലാണ് ഇപ്പോൾ ഈ അതുലടക്കമുള്ള വിദ്യാർത്ഥികൾ പീഡനം ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ വിഷയത്തിൽ ഉറച്ചൊരു തീരുമാനമുണ്ടാക്കുകയും ആ വിഷയത്തിൽ അന്വേഷണത്തെ ശരിയായ ഗതിയിൽ നടത്തുകയും ചെയ്യുക എന്നതുകൂടി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഒരു തർക്കവുമില്ല. ശ്രീ ഹർഷൻ പറഞ്ഞത് വസ്തുതാപരമായ നിരീക്ഷണം തന്നെയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ജിഷ്ണു പ്രണോയുടെ മരണത്തിന് ഉത്തരവാദിയായവളെ ഈ പറഞ്ഞിട്ടുള്ള സഞ്ജിത് വിശ്വനാഥൻ ഉൾപ്പെടെ, മുൻ കോൺഗ്രസിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള KP വിശ്വനാഥൻ്റെ മകൻ ഉൾപ്പെടെ, അതേപോലെ PRO ആയിട്ടുള്ള വൈസ് പ്രിൻസിപ്പൽ, ഇവരൊക്കെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ പോലീസ് അടിയന്തരമായി വിളിച്ചു വരുത്തേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കേസന്വേഷണത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഇരിഞ്ഞാൾ കൂടെ ASP ആണെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഞങ്ങൾ 2 ദിവസം മുമ്പ് അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. എത്രയും വേഗം അടിസ്ഥാനത്തിൽ ഇവരെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഉറപ്പ്. ഇത് എന്തെങ്കിലും കാര്യത്തിൽ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗത്ത് ഇവർക്കൊരു വീഴ്ച വരുന്നുണ്ടെങ്കിൽ ശക്തമായ സമരവുമായി ഞങ്ങൾ മുമ്പിൽ തന്നെ തീർച്ചയായും ജയിക്കും. പക്ഷേ അത് ഇപ്പോൾ തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. കാരണം ഈ മർദ്ദനമേറ്റ ചിത്രങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട്. ഈ പുതിയ അന്വേഷണ സംഘത്തിന് ഈ മർദ്ദനമേറ്റതിൻ്റെ ഈ പരുക്കേറ്റതിൻ്റെ ചിത്രങ്ങളടക്കം കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ആ നിലയ്ക്കൊക്കെ പലതരത്തിലുള്ള വീഴ്ചകൾ വന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ശരിയായ ഗതിയിലാണ് എന്ന് തോന്നത്തക്ക എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീകൃഷ്ണൻ, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധിയായി തന്നെയാണ്. ജിഷ്ണു പ്രണോയ്ക്ക് വേണ്ടി നീതി കിട്ടാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും പൂർണ്ണാർത്ഥത്തിൽ നീതി ലഭ്യമാകുന്നിടം വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച സംഘടനയുടെ പ്രതിനിധിയായി തന്നെയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. സർക്കാരിന് ഈ കാര്യത്തിൽ ഔദ്യോഗികമായി എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടെങ്കിൽ നിങ്ങൾ സർക്കാരിൻ്റെ പ്രതിനിധിയോടാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടത്. എന്തായാലും ഈ കേസ് അന്വേഷണത്തിൽ ശക്തമായ നടപടി ഉണ്ടാകാത്ത പക്ഷം ഞങ്ങൾ ആ വിഷയത്തിലും സമരം ഏറ്റെടുത്തുകൊണ്ട് SFI മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ സമരം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. തീർച്ചയായും. ശ്രീ രോഹിത്, നേരത്തെ ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ, പുതിയ ഭീഷണി നേരിടുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ ജിഷ്ണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളിൽ പങ്കെടുത്തവരാണ്. അന്ന് അവരോട് മാധ്യമങ്ങളും ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും എല്ലാം പറഞ്ഞിട്ടാണ് അവർ മുഖം മറച്ചുകൊണ്ട് കിട്ടിയിരുന്ന തുണികൾ അഴിച്ചു മാറ്റിയത്. അങ്ങനെയാണ് ഈ മാനേജ്മെൻറ്റ് അവരെ പുള്ളിയിടുന്നത്.
അതിനുശേഷമാണ് മാനേജ്മെൻറ്റ് അവരെ ആക്രമിക്കുന്നത്, അവരെ വെളിയിൽ നിർത്തുന്നത്, ആ നിലയ്ക്കൊക്കെ അവർക്കെതിരെ പ്രതികാര നടപടികളിലേക്ക് വരുന്നത്. ഒരു മാനേജ്മെൻറ്റിന് ഇത്ര നഗ്നമായി, കാരണം ഇതെല്ലാം നമുക്ക് മുന്നിൽ നടന്ന സംഭവങ്ങളാണ്, അതിൻ്റെ തുടർച്ചയിലാണ് ഈ 36-ാമത്തെ ദിവസം ആ മാനേജ്മെൻറ്റിന് ഈ നിലയ്ക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയുന്നു എന്ന സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ ഞെട്ടേണ്ടത്. അല്ല, ജിഷ്ണു പ്രണോയിയുടെ മരണത്തിന് ശേഷം നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക, അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കുക, അങ്ങനെ വീണ്ടും വീണ്ടും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ ഈ മാനേജ്മെൻറ്റ് സ്വീകരിക്കുമ്പോൾ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാനുള്ള ഊർജ്ജം ആരാ, ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നതാരാ? കേരളത്തിലെ ഗവൺമെൻറ് ഇരയോടെ കൂടെയല്ല, വേട്ടക്കാരൻ്റെ കൂടെയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി പത്രസമ്മേളനം നടത്തി കേരളത്തിലെ പൊതുസമൂഹത്തിനോട് KSU പറഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന യൂത്ത് കോൺഗ്രസ് നടത്തിയ KSU നടത്തിയ സ്വാശ്രയ സമരവുമായി ബന്ധപ്പെട്ട് ആ സമരത്തെ പരാജയപ്പെടുത്തുവാൻ ഈ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്ന സ്വാശ്രയ മെഡിക്കൽ അസോസിയേഷൻ നേതാവിൻ്റെ കോളേജാണ് ഇത്. ഒന്ന്. രണ്ടാമത്തത്, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി, സംസ്ഥാന CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ പത്നിക്ക് ഈ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെൻറ്റിലെ ഉന്നത പദവിയിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണയിലുള്ള ഒരു മാനേജ്മെൻറ്റ് എന്ന നിലയ്ക്കാണ് വീണ്ടും വീണ്ടും ഇവർ ഈ വിദ്യാർത്ഥി വിരുദ്ധ സമീപനം കേരളത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരം രാഷ്ട്രീയ ബന്ധം എല്ലാവർക്കും ബാധകമാണ്. രോഹിത്, ഈ സംജിത്ത് ആരാണെന്ന് ഞാൻ പറഞ്ഞു ഒരു രാഷ്ട്രീയ സംരക്ഷണം ഈ ഒരു രാഷ്ട്രീയ വിശ്വനാഥന്റെ മകനാണ് മാനേജ്മെന്റ് ലഭിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞല്ലോ PR ഉൾപ്പെടെയുള്ള ആളുകളെ ഇതാണ് അവർക്ക് ആ കരുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും അവർക്ക് ബന്ധമുണ്ട്. ഈ 4 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളോട്, ഇവിടെ മാത്രമല്ല 4 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളുമായി അവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതിനെല്ലാം തരണം ചെയ്ത് വിദ്യാർത്ഥികൾ സമരം ഈ നിലയ്ക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ സംരക്ഷണവും കേരളത്തിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന മാനേജ്മെന്റുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന അഭിപ്രായമുള്ളവരാണ് KSU. ഞങ്ങൾ അതുകൊണ്ടാണ് അന്വേഷണ സംവിധാനം പരിപൂർണമായി പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഞങ്ങൾ ജിഷ്ണുവിൻ്റെ മാതാപിതാക്കന്മാരുമായി സംസാരിച്ച ഒരാളാണ് ഞങ്ങൾ സമാന്തരമായി ഈ വിഷയത്തിനകത്ത് ഹൈക്കോടതി തലത്തിലുള്ള അന്വേഷണം ഈ വിഷയത്തിനകത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു സംശയം വേണ്ട, കേരളത്തിൽ വിദ്യാർത്ഥി വിരുദ്ധ സമീപനം സ്വീകരിച്ചുകൊണ്ട് പാമ്പാടി നെഹ്റു മാനേജ്മെന്റിന് മുന്നോട്ട് പോകാമെന്നുള്ള താങ്കൾക്കെതിരെ ഉന്നയിച്ചിരുന്നു. താങ്കൾക്ക് അതിന് മറുപടി പറയാനുള്ള അവസരം കൂടിയാണ്. സമരം ആരംഭിച്ചതാണ്. ആദ്യം KSU അവിടെ സമരം ആരംഭിച്ചു എന്ന് വാർത്തകൾ വന്നതാണ്. പക്ഷേ ആ സമരം ഇപ്പോൾ അവിടെയില്ല, ആ സമരപ്പന്തൽ അവിടെയില്ല. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അവിടെ വിദ്യാർത്ഥികൾ നിരന്തരം ഭീഷണി നേരിടുന്നു എന്ന വാർത്ത വരുന്നത്. ഈ സമരമുഖത്തൊക്കെ ആദ്യം വന്നതും ഈ വിഷയത്തിനകത്ത് കൃത്യമായി നിലപാട് സ്വീകരിച്ച സംഘടനയാണ് ഞങ്ങൾ. SFIക്കാരൻ്റെ പോലെ അടുക്കളയിൽ പോയി ഒപ്പിട്ട് മാനേജ്മെന്റിന്റെ ഒപ്പാണ് ഏറ്റവും വിലയുള്ള ഒപ്പെന്നും വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധിയൊന്നല്ല ഞങ്ങള്. അതിലേക്ക് വരാം. തൃശൂർ KSUവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ അവിടെ സമരം ആരംഭിച്ചത്. ആ സമരത്തിനകത്ത് വളരെ കൃത്യമായി KSUവിന്റെ അനിശ്ചിതകാല നിരാഹാര സമരമാണ് ഞങ്ങൾ ആരംഭിച്ചതെങ്കിൽ ആ നിരാഹാര സമരത്തിൽ ഞങ്ങൾ ഉന്നയിച്ച മുദ്രാവാക്യം ഒന്ന്, ഈ മാനേജ്മെന്റുമായി ആരോപണ വിധേയരായ ആളുകളെ പുറത്താക്കണമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട് KSUവിന്റെ പ്രതിനിധികളെ അവർ മാനേജ്മെന്റ് അവിടെ രോഹിത് തന്നെയാണ് അല്പം മുമ്പ് പറഞ്ഞത് ആ മാനേജ്മെന്റിന്റെ പ്രതിനിധികളെല്ലാം അവിടെ തന്നെ തുടരുന്ന അവസ്ഥയുണ്ട്, ആ അവസ്ഥ മാറ്റാൻ ഇനി സമരം ചെയ്യുമെന്ന്. അപ്പോൾ ആ മുദ്രാവാക്യങ്ങൾ നേടിയെടുത്തുകൊണ്ടാണോ നിങ്ങൾ പിന്മാറിയത്? ഞാനിത് ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അവിടെ വിദ്യാർത്ഥികൾ ഞങ്ങളും നിങ്ങളും എല്ലാം ഒരുമിച്ച് പറഞ്ഞിട്ട് മുഖം മൂടി മാറ്റി സമരരംഗത്തിറങ്ങിയ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഭീഷണി നേരിടുന്നത്. അപ്പോൾ അവരെ കബളിപ്പിക്കരുത് നിങ്ങൾ ആരും, അതുകൊണ്ടുകൂടിയാണ് പറയുന്നത്. സത്യസന്ധമായ നിലപാടാണ് ഈ വിഷയത്തിനകത്ത് KSU എടുത്തിരിക്കുന്നത്. SFIയെ പോലെ ഞങ്ങളെ താരതമ്യം ചെയ്യരുത്. ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് ഏത് രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളാണെങ്കിലും
അവർക്കെതിരെ അവർ ഇവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ വളരെ ശക്തമായി വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കും. തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ഞങ്ങൾ ആ കോളേജിന് മുമ്പിൽ ആരംഭിക്കുകയാണ്. ജിഷ്ണു പ്രണോയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നും മാനേജ്മെന്റ് സംരക്ഷിക്കുന്ന ആളുകളെ കോളേജ് ക്യാമ്പസിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത് ജയിക്ക് നേരത്തെ ഉന്നയിച്ച ആരോപണമുണ്ട്. ആ സമരം അവസാനിപ്പിച്ചത് പിന്നെ നിങ്ങൾ എന്ത് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറഞ്ഞ ക്യാമ്പസിന് മുന്നിൽ നിങ്ങൾ ആരംഭിച്ച സമരം അവസാനിപ്പിച്ചത് എന്ത് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്? SFIയുടെ ആരോപണങ്ങൾക്ക് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് എന്ത് വിലയാ കൊടുക്കുക? അല്ല, ഞാൻ ചോദിക്കുകയാണ് കാരണം ആ ആരോപണത്തിൽ കഴമ്പുള്ളതുകൊണ്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറയാനുള്ള ഒരൊറ്റ കാരണം, ആ വിദ്യാർത്ഥികൾ സമരമുഖത്തേക്ക് വന്നപ്പോൾ അവരുടെ മുഖം മൂടി മാറ്റാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മൾ ചുറ്റും നിന്ന് നന്നായി വിസിലടിച്ചു കൊടുത്തവരാണ്. അവരുടെ ഒപ്പം നിൽക്കാനുള്ള ബാധ്യത കൂടിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. അല്ല, അവിടെ ഞങ്ങൾ ഏറ്റെടുത്ത സമരം എന്ന് പറയുന്നത് ആ സമരത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം, അതിൻ്റെ ഭാഗമായി മാനേജ്മെൻറ്റും പറഞ്ഞത് അവരെ പുറത്താക്കുമെന്നാണ്. പുറത്താക്കും എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റ് വാഗ്ദാന ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സമരം രണ്ടാമത് ആരംഭിക്കുന്നു. ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാലമായി സമരം ഏറ്റെടുത്തുകൊണ്ട് കടന്നു പോകുന്നു എന്ന്. എൻ്റെ ജയിക്ക് രാത്രി അടുക്കളയിൽ പോയി ഒപ്പിട്ട ആളുകളുടെ നിങ്ങളൊന്ന് വർത്താനം പറയാൻ ഞാൻ തിരിച്ചു വരാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. രോഹിത് ജയിക്ക് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ശ്രീജിത്ത്, അന്വേഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം മാറി മറ്റൊരു അന്വേഷണം നടത്തണമെന്ന, അതല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ രോഹിത് ഇവിടെ ഉന്നയിക്കുന്നത്. ആ നിലയ്ക്ക് അന്വേഷണത്തെക്കുറിച്ചുള്ള പരാതി നേരത്തെ വി മുരളീധരൻ ഉന്നയിച്ചു. അങ്ങനെ ഒരു പരാതി നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കാനാണ് നിങ്ങൾ ആലോചിക്കുന്നത്? വളരെ വിശ്വസ്തയായ നല്ല ഉദ്യോഗസ്ഥയാണ് കിരൺ നാരായണൻ IPS. അദ്ദേഹത്തെയാണ് ഈ കേസ് അന്വേഷണത്തിന് ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം നല്ല രീതിയിലാണ് അന്വേഷിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിനൊരു സപ്പോർട്ട്, അദ്ദേഹത്തിന് ഒരു ഉറച്ച പിന്തുണ ഗവൺമെൻറ് നൽകിയാൽ ഈ യഥാർത്ഥ കുറ്റവാളികളായ ഈ നെഹ്റു കോളേജിൽ ഒരു ഇല അനങ്ങാൻ തീരുമാനമെടുക്കുന്ന കൃഷ്ണദാസാണ് ഈ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ. 5 പേർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ ഈ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും സർക്കാർ നൽകിയാൽ ഈ കേസ് തീരുന്നതേയുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞത് എനിക്കെതിരെ പ്രതികരിച്ചാൽ മോർച്ചറിയിലെത്തുമെന്നാണ്. അദ്ദേഹം നേരത്തെ SFIയുടെ ഒരു സമരത്തിൽ പങ്കെടുത്ത വിരോധമാണ് ജിഷ്ണു പ്രണോയിനെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം SFI പ്രവർത്തകനാണ് ജിഷ്ണു, കമ്മ്യൂണിസ്റ്റുകാരനാണ് ജിഷ്ണു. അതുകൊണ്ട് ഇനി വൈകരുത്. നിങ്ങൾ എത്രയും വേഗം ജിഷ്ണുവിൻ്റെ കൊലയാളികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് 10 ദിവസമെങ്കിലും ജയിലിലടച്ചാൽ നമ്മളൊക്കെ സംതൃപ്തരാണ്. ആ ദിവസത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. 45 ദിവസം നമ്മൾ ശ്രമിച്ചു പല ആവർത്തി, പക്ഷേ അദ്ദേഹം മറ്റേതോ പരിപാടിയിലാണ് എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പോൾ നടക്കുന്ന രീതിയെക്കുറിച്ച് അവർക്ക് പരാതിയില്ല. പക്ഷേ ഇതുവരെ ഈ പറഞ്ഞ വസ്തുതകളുണ്ട്. ഇതുവരെ ഈ പറഞ്ഞ ശക്തിവേലുവിനെയോ സംജിത്തിനെയോ പ്രവീണിനെയോ ഒന്നും ചോദ്യം ചെയ്യാത്ത അവസ്ഥയുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിച്ച എന്തായാലും മാനേജ്മെൻറ്റ് ഒന്നും അറിയാതെ അവരെ സസ്പെൻഡ് ചെയ്യില്ലല്ലോ. അവർ കുറ്റക്കാരാണ് എന്ന തോന്നലിലൂടെയാണല്ലോ മാനേജ്മെൻറ്റിന് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകേണ്ടി വരുന്നത്. ആ നടപടി സ്വീകരിച്ചതിന് ശേഷം അവരെ തിരിച്ചെടുത്തതായി കാണുന്നുമില്ല. മാനേജ്മെൻറ്റ് പോലും ആ നിലയ്ക്ക് ഒരു നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ തിങ്കളാഴ്ച എന്താണ് നിങ്ങളുടെ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ? ശ്രീ ഹർഷൻ, നിങ്ങൾ ചോദിച്ച ഇപ്പോൾ ശ്രീ തിയേറ്ററിൽ ഉൾപ്പെടെ ഉന്നയിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം. ഞാൻ അവിടെ ഒരു ക്ലാരിറ്റിയോട് കൂടി ഞാൻ കുറച്ചു മുമ്പ് മറുപടി പറഞ്ഞതാണ്. ശ്രീ തിയേറ്ററിൻ്റെ ബൗദ്ധ്യത്തിന് വേണ്ടി ഒന്നുകൂടെ പറയാം. ഒരു സംശയവും വേണ്ട, ജിഷ്ണുവിൻ്റെ ഘാതകരെ അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന എല്ലാ അർത്ഥത്തിലും സ്വാശ്രയ കോളേജുകളിൽ നടക്കപ്പെടുന്ന നരാധമ നടപടികളുടെ രക്തസാക്ഷിയാണ് ജിഷ്ണു. അതുകൊണ്ട് അതിൻ്റെ ഘാതകരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നിടം വരെ ഞങ്ങൾക്കും വിശ്രമം ഉണ്ടാകില്ല. ആ സമരത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കാതെ SFI 1ാം സ്ഥാനത്ത് ഉണ്ടാകുമെന്ന് ഞാൻ ഈ ചർച്ചയിൽ ഉറപ്പ് നൽകിയതാണ്. അത് 1ാം സ്ഥാനത്ത് തന്നെ ഞങ്ങൾ ഉണ്ടാകും. പിന്നെ ഇവിടെ രോഹിത്തിനും വി മുരളീധരനും ഒക്കെ കൊടുത്ത സമയം ശ്രീ ഹർഷൻ എനിക്കൂടെ നൽകണം, ഇവരൊക്കെ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ. ഇവിടെ ഒരു പരിപാടിക്ക് 2 ഉദ്ഘാടനം എന്ന് വെച്ചാൽ 2 അനിശ്ചിതകാല സമരം ഇവർ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്.
VT ബൽറാം എന്ന് പറയുന്ന ഇവരുടെ പ്രിയപ്പെട്ട തൃത്താലയുടെ മെമ്പർ, അദ്ദേഹം ഞങ്ങളുടെ ചർച്ചയൊക്കെ അപഹസിച്ചത് ഇന്നലെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട മാന്യനാണ്. അദ്ദേഹം നെഹ്റു കോളേജിൽ KSU യൂണിറ്റ് രൂപീകരിച്ചെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് നിരാഹാര സമരത്തിന് ഫോട്ടോ ഇട്ട ആളാണ്. 4 ദിവസം കൊണ്ട് നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ട് പോയി. എന്തുറപ്പാ ശ്രീ രോഹിത്തിന് ലഭിച്ചത്? ഏത് അടുക്കളപ്പുറത്ത് പോയാൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തതാ? സഞ്ജിത് വിശ്വനാഥന്റെ വീട്ടിലോ, നിങ്ങളുടെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന KP വിശ്വനാഥന്റെ അടുക്കളപ്പുറത്തോ? അതോ നിങ്ങൾക്ക് ലഭിച്ച ധാരണ എന്താ? നിങ്ങൾക്ക് ലഭിച്ച എഗ്രിമെന്റ് എന്താ? ഏത് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് തന്നെ? ഇവിടെ ശ്രീ ഹർഷൻ ഞാൻ ഉന്നയിച്ച സംശയം ചോദിക്കുമ്പോൾ ശ്രീ രോഹിത്ത് മറുപടി പറയുന്നത് ലോ അക്കാഡമിയിലെ അടുക്കളപ്പുറമെന്നാണ് മറുപടി പറയുന്നത്. നമ്മുടെ ചർച്ചാ വിഷയം ഇതാണ്. ലോ അക്കാഡമിയുടെ മറുപടി ഞാൻ നേരത്തെ ഉന്നയിച്ചതാണ്. എന്ന് വെച്ചാൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ ഇഞ്ഞാഴി എന്ന് മറുപടി പറയുന്ന ഇടപാട്, അതാണ് ശ്രീ രോഹിത്ത് ഉന്നയിക്കുന്നത്. 4 കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ആരെ പുറത്താക്കി, എന്ത് മറുപടി നൽകി, എന്ത് എഗ്രിമെന്റ് ലഭിച്ചു? 3ഉം 2ഉം 5 കുട്ടികളെ കൊണ്ട് ഇവർ 2 ദിവസം സമരമായിരുന്നു. 3ആം ദിവസം ആ പായും മടക്കി ഇവർ തിരികെ സമരപ്പന്തലിൽ നിന്ന് തിരികെ പോയി. ശ്രീ രോഹിത്, ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു KSU. ഈ 2016 നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട് സൈലന്റ് വാലി കാടുകൾ ബഫർ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? സിംഹവാലം കുരങ്ങിന്റെ സാന്നിധ്യമുണ്ട്. ആ സിംഹവാലം കുരങ്ങിന്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങളുടെ സംഘടന മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതേപോലെ വിദ്യാർത്ഥികളെ ഒറ്റുകൊടുക്കുന്ന ചതിക്കുന്ന നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഇടവേള